കേരളത്തിലെ ഏറ്റവും വലിയ സാംസ്കാരിക ബിസിനസ് കൂട്ടായ്മ 1000 കോടിയുടെ ടേൺ ഓവർ കൈവരിച്ച ഇന്ത്യയിലെ തന്നെ അഭിമാനകരമായ ഒരു പ്രസ്ഥാനമായി ഉയർന്നു കഴിഞ്ഞ ആഹ്ലാദം പങ്കിടാനാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത്. 1959 ഇന്ത്യയിൽ ടെലിവിഷൻ സംപ്രേഷണം ആരംഭിക്കുന്നത്. പിന്നീട് ഏതാണ്ട് 1/4 നൂറ്റാണ്ട് കൂടി കഴിഞ്ഞിട്ടാണ് കേരളത്തിൽ അതുണ്ടാവുന്നത്. ആ 25 വർഷവും ഉത്തരേന്ത്യൻ നഗരങ്ങളിലൊക്കെയുള്ള മനുഷ്യർ, സമ്പന്നർ, പ്രത്യേകിച്ച് സമ്പന്നർ, ടെലിവിഷൻ സംപ്രേഷണം അവരുടെ വീടകങ്ങളിലിരുന്ന് കണ്ടു. പിന്നെയും 1/4 നൂറ്റാണ്ട് കൂടി പിന്നിട്ടിട്ടാണ് 1985 കേരളത്തിൽ കുടപ്പനക്കുന്നിൽ നിന്നും മലയാളം സംപ്രേഷണം ആരംഭിക്കുന്നത്. ദൂരദർശൻ ഉദ്ഘാടനം ചെയ്യുന്നത് 1985 ജനുവരി 1 പിറ്റേന്ന് ജനുവരി 2 മുതൽ ഭൂതല സംപ്രേഷണം തുടങ്ങി. ഭൂതല സംപ്രേഷണം എന്നാൽ നമുക്കറിയാം, കഴിഞ്ഞ തലമുറയ്ക്ക് കൃത്യമായും അറിയാം, അവരുടെ ഓർമ്മകളിലുള്ളൊരു നൊസ്റ്റാൾജിയാണത്. വലിയ ഉയരങ്ങളിൽ ആൻറ്റിന കെട്ടിവെച്ച് പരമാവധി ഉയരങ്ങളിൽ വെച്ചാൽ അത്രമാത്രം കൃത്യതയോടെ വീടുകളിൽ ദൃശ്യവിരുന്ന് എത്തിയിരുന്നൊരു കാലം. ആ ഒരു കാലം പിന്നിട്ട് ദൂരദർശൻ്റെ ഉപഗ്രഹ സംപ്രേഷണം ആരംഭിക്കുന്നത് DD4 അക്കാലത്തൊക്കെ DD4 കൃത്യമായി ഉപയോഗപ്പെടുത്തി നിരവധി ടെലിവിഷൻ പരിപാടികൾ ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ. 1995 മുതലാണ് ഞാൻ ദൂരദർശനിൽ സജീവ സാന്നിധ്യമായി തുടങ്ങുന്നത്. ഏതാണ്ട് 30 വർഷം പിന്നിടുകയാണ്. അങ്ങനെ തിരിഞ്ഞു നോക്കി ചിന്തിക്കുമ്പോൾ ടെലിവിഷൻ സംപ്രേഷണം പിന്നീട് ഏഷ്യാനെറ്റിൻ്റെ തുടക്കത്തിലേക്ക് എത്തുകയാണ്. ശശികുമാറിൻ്റെ നേതൃത്വത്തിലുള്ള വലിയ ഒരു സംരംഭമായിരുന്നു, വലിയൊരു ദൃശ്യ വിപ്ലവം തന്നെയായിരുന്നു ഏഷ്യാനെറ്റിൻ്റെ കടന്നുവരവ്. 1993 ഏഷ്യാനെറ്റ് ശശികുമാർ രൂപം കൊടുക്കുകയും പോസ്റ്റുകളിലൂടെ കേബിൾ വലിച്ചുകൊണ്ട്, അതിന് EK നായനാർ സർക്കാരാണ് അനുവാദം കൊടുക്കുന്നത്. 1 രൂപയായിരുന്നു പോസ്റ്റിന് വാടക. അങ്ങനെ നൽകിക്കൊണ്ട് ഇലക്ട്രിക് പോസ്റ്റുകളിലൂടെ കേബിൾ വലിച്ചുകൊണ്ട് നമ്മുടെ വീട്ടകങ്ങളിലേക്ക് ഏഷ്യാനെറ്റ് എത്തി. ഒപ്പം മറ്റ് വിദേശ ചാനലുകളും കടന്നു വരാൻ തുടങ്ങി. അന്ന് ഒട്ടനവധി യുവാക്കൾ കേരളത്തിൻ്റെ ഗ്രാമാന്തരങ്ങളിലും ചെറുപട്ടണങ്ങളിലും ചെറു സംരംഭങ്ങൾ തുടങ്ങി. അത് കേബിൾ TV എന്ന പ്രസ്ഥാനമായിരുന്നു. തീർച്ചയായും അങ്ങനെ ഒരു സംരംഭം തിരഞ്ഞെടുക്കുന്നവർ സ്വാഭാവികമായും സർഗശേഷി ഉള്ളവരാണ്, സർഗാത്മക ചിന്തയിലൂടെ സഞ്ചരിക്കുന്ന ആളുകളാണ്. തീർച്ചയായും അവരാണല്ലോ ഇങ്ങനെയൊരു വ്യാപാരത്തിലേക്ക്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വ്യവസായത്തിലേക്ക്, ഇങ്ങനെ ഒരു സംരംഭത്തിലേക്ക് കടന്നു വരുവാൻ തീരുമാനിക്കുക. അങ്ങനെ ഒട്ടനവധി യുവാക്കൾ കേരളത്തിലെമ്പാടും കടന്നു വന്നു. പിന്നീട് അവരുടെ ഒരു സംഘടന രൂപം കൊള്ളുകയും അതൊരു ബിസിനസ് സംഘശക്തിയായി ഉയരുകയും ചെയ്തു. കേരളത്തിലെ ഏറ്റവും വലിയ സംരംഭക കൂട്ടായ്മയായി അത് വളർന്നു. അതിൻ്റെ പേരാണ് കേരള വിഷൻ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ എന്ന COA. കേരള വിഷൻ എന്ന ബ്രാൻഡ് ഉദയം കൊള്ളുകയും ഉയർന്ന് വ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു. അത് ഇന്ത്യയിലെ തന്നെ ഒരിക്കലും വിസ്മരിക്കപ്പെടാൻ പറ്റാത്ത തരത്തിലുള്ള വലിയ, ഒരിക്കലും താഴ്ത്തിക്കെട്ടാൻ പറ്റാത്ത തരത്തിലുള്ള വലിയ പ്രസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇത് പറയുമ്പോൾ നിരവധി പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് 1000 കോടിയുടെ ടേൺ ഓവർ നേടിയെടുത്തുകൊണ്ട് കേരള വിഷൻ ആഘോഷിക്കുകയാണ്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ എന്ന സംരംഭക കൂട്ടായ്മ ആഘോഷിക്കുകയാണ്. ആരാണ് പറഞ്ഞത് കുത്തകയെ തകർക്കാൻ, കുത്തകകളെ, ഇന്ത്യയിലെയും ബഹുരാഷ്ട്ര കുത്തകകളെയും തകർത്ത് മുന്നേറാൻ നമ്മുടെ ചെറുകിട സംരംഭങ്ങൾക്ക് കഴിയില്ല എന്ന്? കഴിയുമെന്ന് ഇവിടെ കേരളം തെളിയിക്കുകയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഈ ഒരു സാംസ്കാരിക ബിസിനസ് കൂട്ടായ്മ തന്നെയാണത്. എന്നാൽ സാംസ്കാരിക പ്രവർത്തകരുമാണ്. ഇത് കേരള മോഡലിൻ്റെ മറ്റൊരു ഉത്തമ ഉദാഹരണമാണ്. അതുകൊണ്ട് തന്നെ ഇത് കേബിൾ TV ഓപ്പറേറ്റേഴ്സിൻ്റെയോ അല്ലെങ്കിൽ കേരള വിഷൻ എന്ന ബ്രാൻഡിൻ്റെയോ മാത്രം ആഘോഷമല്ല, അവർക്ക് മാത്രം അഭിമാനിക്കാനുള്ളതല്ല ഇത് മലയാളിക്കാകെ അഭിമാനപൂർവ്വം ഉയർത്തിക്കാണിക്കാൻ കഴിയുന്ന ഒന്നാണ് കേരള വിഷൻ എന്ന സംരംഭവും അവരുടെ
1000 കോടി പൂർത്തിയാക്കിയ ഈ ഘട്ടത്തിലെ ആഘോഷവും. അഭിമാനകരമായ ഈ ഘട്ടത്തിൽ കേരള വിഷനോടൊപ്പം ഹൃദയം ചേർത്ത് വെച്ചുകൊണ്ട് ഞാനും അഭിമാനിക്കുകയാണ്, ആഹ്ലാദിക്കുകയാണ്.